ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയ ഫസ്റ്റ് 2 ദിവസം റിവ്യൂ പറയാനുള്ള ആളുകളുടെ ഒരു ബഹളാണ്. ഒരുപാട് നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ വരുന്ന വഴി ഒരു പ്രമുഖ റിവ്യൂവർ എന്ന് ആളുകൾ പറയുന്ന ഒരാള്, അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ തീരെ പോരാ, വേറൊരാളായിരുന്നെങ്കിൽ പോലീസ് സ്ക്രിപ്റ്റിംഗ് കുറച്ചുകൂടെ നന്നായിരുന്നേനെ, ടൊവിനോയുടെ അഭിനയം പോരാ. അത് വളരെയധികം വൈറലായിട്ടുണ്ട് ആ ഒരു സംഭവം. അങ്ങനത്തെ ഒരാളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ട് പോലും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ ഒരു പുതിയതായിട്ടുള്ള ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ എന്നൊക്കെ വരുമ്പോൾ തിയേറ്ററിലെ ആളുകളെ കുറക്കുന്ന ഒരു സംഭവമല്ലേ ഇത്തരത്തിലുള്ള റിവ്യൂസ്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാ വെച്ചാൽ ഇപ്പോൾ ഒരു പടം വന്ന് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഒരു റിവ്യൂവർ മോശം പറയുന്നതെന്ന് വിചാരിക്കുക, സപ്പോസ്. പക്ഷേ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒരു റിവ്യൂവർ മോശമാണെന്ന് പറയുകയും 1000 പ്രേക്ഷകർ ഇത് കണ്ടിട്ടിറങ്ങി നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നിടത്ത് അത് സ്വാധീനിക്കില്ല. ഇപ്പം നമ്മുടെ പടത്തിനും നെഗറ്റീവ് റിവ്യൂ വന്നു, വളരെ പോപ്പുലറായ ആളുകളിൽ നിന്ന് പോലും നെഗറ്റീവ് റിവ്യൂ വന്നു. പക്ഷേ ആളുകൾ കണ്ടിറങ്ങുന്ന ആളുകൾ വളരെ ഇമോഷണൽ ആവുന്നു, വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് പടം ഓടുന്നത്. അപ്പം റിവ്യൂ പിന്നെ ഞാൻ കുറേ കൂടെ ജനാധിപത്യപരമായിട്ട് ഇതിനെ എടുക്കുന്നതാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സിനിമ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, ഈ കഥ ഇങ്ങനെയല്ല പറയേണ്ടതെന്നുണ്ട്. പക്ഷേ ഇപ്പം അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ ചെയ്തൊരു സിനിമ ഇങ്ങനെയാണ്. ഇതേ വിഷയം വേറെ 2 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല. അത് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് മാറുന്നതിനനുസരിച്ച് സിനിമയുടെ സ്വഭാവവും രീതിയും ഒക്കെ മാറുമല്ലോ. ഞാൻ ആ രീതിയിൽ അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിവ്യൂവിനെ പോലും കാണുന്നത്. നെഗറ്റീവായിട്ട് റിവ്യൂ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്.